2021 വാഗ്ദാനം ചെയ്തതാണ് ഓരോ പഞ്ചായത്തിലും ഓരോ ഗ്രൗണ്ടെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇതുവരായിട്ടും ഇത് 2026 ആയി, ഇതുവരായിട്ടും ഒരു പഞ്ചായത്തുകളിലും ഗ്രൗണ്ട് സാധ്യമായിട്ടില്ല. ഗ്രൗണ്ട് മാത്രമല്ല, ഇവിടെ പെരിന്തൽമണ്ണയില് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഈ MLA നടക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം ഓരോ ദിവസം കൂടുന്തോറും കൂടുതൽ കരുത്തോടെ സജീവമാവുകയാണ്. ഇരു മുന്നണികളും മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു. പെരിന്തൽമണ്ണ SFI നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് ജെൻസി പിള്ളേർ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് 3 ദിവസങ്ങളിലായി മണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തിലൂടെ ജെൻസി വണ്ടി എന്ന രീതിയിൽ വലിയ ഒരു ആശയമായി മുന്നോട്ട് വരികയാണ്. നമ്മളോടൊപ്പം ഈ ഒരു യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന മക്കൾ കൂടെയുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം? ഇക്കുറി പെരിന്തൽമണ്ണ VP മുഹമ്മദ് ഹനീഫ തിരിച്ചെടുക്കുമോ? നല്ല ആവേശമാണ്. ഹനീഫക്ക് ജയിക്കും തന്നെയാണ്. ഞങ്ങളിപ്പോ ഇവിടെ ജെൻസി വണ്ടി എന്ന് പറഞ്ഞിട്ട് SFI പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഒരു പരിപാടിയാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും VP മുഹമ്മദ് ഹനീഫനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഇതിന്റെ പിന്നാലെ ഡാൻസും ഫ്ലാഷ് മോബും ആയിട്ടാണ് പോകുന്നത്. ഹനീഫക്ക് ജയിക്കുന്ന തന്നെയാണ്. യുവതലമുറയുടെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ. എങ്ങനെയാണ് നിങ്ങൾ വ്യത്യസ്തമായ ഈ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? നമ്മുടെ LDF സ്ഥാനാർത്ഥിയുള്ള VP മുഹമ്മദ് ഹനീഫനെ ജനങ്ങളിലേക്ക് എത്തിക്കുക, LDF സ്ഥാനാർത്ഥിയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തില് ഞങ്ങള് ഒരു വ്യത്യസ്തമായ ആശയം ഫ്ലാഷ് മോബ് എന്നുള്ള രീതിയിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ പഞ്ചായത്തുകളിലും പോയിട്ട് കളിക്കുക, ആ ഒരു ആശയം. ഈ ബാലസംഘത്തിലൊക്കെ ഇങ്ങനെ ഒരുപാട് നാടകങ്ങളും ഇതൊക്കെ ആയിട്ട് അതുപോലെ ഈ സർഗാത്മകമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. നജീബ് കാന്തപുരം MLA കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വാഗ്ദാനം നൽകിയിരുന്നു, എല്ലാ പഞ്ചായത്തിലും ഓരോ ഗ്രൗണ്ട് എന്നൊരു ആശയം. പക്ഷെ ഇത്ര സമയമായിട്ടും യുവാക്കളെ പരിഗണിക്കാൻ ഒരു വിധത്തിലും എവിടെയും ഗ്രൗണ്ട് യാഥാർത്ഥ്യമല്ല. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതികരണം? അതന്നെ 2021 വാഗ്ദാനം ചെയ്തതാണ് ഓരോ പഞ്ചായത്തിലും ഓരോ ഗ്രൗണ്ടെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇതുവരായിട്ടും ഇത് 2026 ആയി, ഇതുവരായിട്ടും ഒരു പഞ്ചായത്തുകളിലും ഗ്രൗണ്ട് സാധ്യമായിട്ടില്ല. ഗ്രൗണ്ട് മാത്രമല്ല, ഇവിടെ പെരിന്തൽമണ്ണയില് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഈ MLA നടക്കുന്നില്ല. ഈ ഇലക്ഷൻ ടൈമിലാകുമ്പോ കുറച്ച് സാധനങ്ങൾ വാഗ്ദാനം ചെയ്തു. ഈ ഇലക്ഷൻ ടൈമിലാകുമ്പോൾ മാത്രമുള്ള ഈ വാഗ്ദാനവും പ്രചരണവും ഒക്കെ, അല്ലാത്ത ടൈമിൽ MLA ഈ പെരിന്തൽമണ്ണക്കാർക്ക് കാണാൻ കഴിയുന്നില്ല. ജനാധിപത്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന യുവതലമുറ വലിയ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫയിൽ അർപ്പിക്കുന്നത്. നാടിന്റെ വികസനത്തിന് ഇടതുപക്ഷം വന്നേ തീരൂ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്. ആലിപ്പറമ്പിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. Serene ambience, total indulgence, traditional but revolutionary, sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. Jamjoom Hypermarket, exceeding expectations.